ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എങ്ങനെയുണ്ട് ആശുപത്രി കിടന്ന ആളിന്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അച്ഛാ, സംസാരിക്കാനൊക്കെ തുടങ്ങി. ഉടൻ ഡിസ്ചാർജ് ആവുന്ന ഡോക്ടർ പറഞ്ഞത്. പുള്ളിക്ക് ഭാര്യയും മക്കളും ഒന്നും ഇല്ലെന്ന് നീ ചോദിച്ചില്ലേ? ഭാര്യ വേറെ എവിടെയാണ്, മക്കള് രണ്ടുപേരുണ്ടെന്നാ പറഞ്ഞത്. പുള്ളിയുടെ വർത്താനം കേട്ടിട്ട് അവരൊന്നും പുള്ളിയെ നോക്കുന്ന ലക്ഷണമില്ല. എന്തൊക്കെ മനുഷ്യരാണോ, ഇതാണെങ്കിൽ ഒരു പാവ മനുഷ്യൻ. സംസാരത്തിൽ തന്നെ അറിയാം. നമുക്ക് ഫാം ഹൗസിലാക്കാൻ കുറച്ച് ദിവസത്തേക്ക്, ആരോഗ്യം പൂർണ്ണസ്ഥിതിയിൽ എത്തിച്ചിട്ട് വിടാം. അതാ നല്ലത്. ഏതായാലും ആളിനെ തിരിച്ചു കിട്ടിയല്ലോ, അതിന് നീ ഒരു നിമിത്തമായി. എടാ, ഞാൻ പറഞ്ഞ സാധനം നീ വാങ്ങിയില്ലേ? അതോ നീ മറന്നോ? ഇല്ല, കാറിലിരിപ്പുണ്ട്, ഞാൻ എടുത്തിട്ട് വരാം. മോളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല സർ. അവിടെ ചെന്ന് അദ്ദേഹത്തിന്റെ അവസ്ഥയൊക്കെ കണ്ടപ്പോ ഞാൻ വല്ലാണ്ടായിപ്പോയി, അതാ. നല്ല ഡിസൈൻ ആണോടാ? സെലക്ഷൻ ഇതാ ഇവിടെയായിരുന്നു, ഇയാളുടെ ഇഷ്ടത്തിനാ വാങ്ങിയത്. ഒരാളെ സഹായിക്കാന്ന് പറഞ്ഞാ വലിയ മനസ്സുള്ളവർക്കേ അത് സാധിക്കും. കുറെ ഉള്ളവർക്ക് കുറച്ചൊക്കെ സഹായിക്കാം. ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതൊക്കെ കൊടുത്ത് മറ്റുള്ളവരെ സഹായിക്കാൻ അതിലും വലിയ മനസ്സ് വേണം. അത് മോക്ക് ഈശ്വരൻ തന്നിട്ടുണ്ട്. സർ, ഇന്നലെ ഞാൻ കരുതിയതാ, പക്ഷെ ഇന്നാ സാധിച്ചത്. ഇത് മോക്ക് അർഹതപ്പെട്ടത് തന്നെയാ. മോളുടെ മുഖത്ത് ഈ സർപ്രൈസ് കാണാനാ ഇവനോട് ഇത് നിനക്കാണെന്ന് പറയണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഒരച്ഛന്റെ സ്നേഹവും വാത്സല്യവും ഈ വളയിലുണ്ട്. ഈ സ്വർണ്ണ വളയേക്കാൾ മതിപ്പ് എനിക്കിപ്പം നിന്നോടാ. ഇനിയിപ്പോ ധൈര്യമായിട്ട് എല്ലാരും രക്ഷിക്കാം. രക്ഷപ്പെടുത്താൻ ഈ വള വിറ്റാ മതിയല്ലോ. ഒരു സത്യം പറയട്ടെ, തന്റെ കണ്ണു നിറഞ്ഞുള്ള ഈ ചിരി കാണാൻ നല്ല രസമുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ.